ലോറൻസ് ബിഷ്ണോയ് ഗാങ് അമീർ ഖാനെ ഭീഷണിപ്പെടുത്തിയോ? എന്തിനു വേണ്ടിയിട്ടാണ് അമീർ ഖാനെ ലോറൻസ് ബിഷ്ണോയ് ഗാങ് ഭീഷണിപ്പെടുത്തിയത്? രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു, അതുപോലെ തന്നെ ലവ് ജിഹാദുമായിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു തുടങ്ങിയ കുറ്റപ്പെടുത്തലുകൾ, തുടങ്ങിയ ആരോപണങ്ങളാണ് ആമിർ ഖാനെതിരെ ഉയർന്നത് എന്നുള്ളതാണ്. ആമിർ ഖാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മൂന്നാമതും കല്യാണം കഴിച്ചു. മൂന്നാമത്തെ കല്യാണം കഴിച്ചതും ഹിന്ദു യുവതിയെയാണ് എന്നുള്ളതാണ്. ഈ ഖാൻ ത്രയത്തിൻ്റെ ഒരു സ്വഭാവത്തെ പറ്റിയും അവർക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളെ പറ്റിയുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇവർ ഈ പറയുന്ന ബോളിവുഡിനെ അടക്കി ഭരിച്ചിരുന്ന ആൾക്കാരാണ്. അടക്കി ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേവലം ആ വ്യക്തികൾ മാത്രം, അവരുടെ സിനിമകൾ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, മതപരമായിട്ടും മറ്റു പല രീതികളിലും ഈ സിനിമകൾ അവരുടേതായ രീതികളിൽ ചിത്രീകരിക്കുന്നത് അത് മാത്രമാണ്. പലപ്പോഴും ഇവർ ഒരു മത സ്വഭാവം ഈ സിനിമകളിലെല്ലാം തന്നെ പുലർത്തിയിരുന്നു. അത് ഈ ഹിന്ദി സിനിമയുടെ അല്ലെങ്കിൽ ഈ ബോളിവുഡ് സിനിമകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. സിനിമകളുടെ സ്വഭാവം, അതിനകത്തൊരു ഹിന്ദു വിരുദ്ധത, ഒരു വിപ്ലവ നായകനെ സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ അവൻ പൂർണ്ണമായിട്ടും സനാതന ധർമ്മത്തിന് വിരുദ്ധനായിട്ട് കാണിക്കാനുള്ള ശ്രമം, അതിനോടൊപ്പം തന്നെ എന്ത് കാണിക്കും, അവൻ വലിയ തോതിൽ ഈ പറയുന്ന ഇസ്ലാമിക വിശ്വാസിയായിട്ട്, ഇല്ലെങ്കിൽ അവനെ ആ ഒരു നായകനായിട്ട്, ഇല്ലെങ്കിൽ നായികയ്ക്ക് ഇസ്ലാമിക ആരാധന തോന്നുന്ന വ്യക്തിത്വമായിട്ട് ഒക്കെ തന്നെ ചിത്രീകരിക്കുന്നത് ഹിന്ദി സിനിമയിലെ, ബോളിവുഡ് സിനിമയുടെ ഒരു കാലഘട്ടത്തിൻ്റെ പതിവായിരുന്നു എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, അവരുടെ ഗാനങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഉറുദു ഭാഷയോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന ഗാനങ്ങളായിരിക്കും. ആ ഗാനങ്ങൾക്ക് ഒരു അറേബ്യൻ ശൈലി, ഇല്ലെങ്കിൽ ഒരു ഉറുദു ശൈലി ഇതിനെ കൊണ്ടുവന്നിരിക്കും. ഇതിൽ യാതൊരു തരത്തിലുമുള്ള സനാതന ധർമ്മ, ഹിന്ദു ധർമ്മ വിശ്വാസമോ ദേശപ്രേമമോ ഉൾപ്പെടുത്താതിരിക്കാൻ പരമാവധി ശ്രമിച്ചിരിക്കും. പ്രത്യേകിച്ച് ദേശവിരുദ്ധമായിട്ടുള്ളത്, ഇല്ലെങ്കിൽ ഹൈന്ദവ അവഹേളനത്തിന് ഉപയോഗിക്കുന്നതായിട്ട് ഈ ഖാൻ ത്രയം പലപ്പോഴും സിനിമയെ ഉപയോഗിച്ചിരുന്നു. ഇത് വ്യക്തമായിട്ട് തെളിയിക്കുന്ന തെളിവുകളടക്കം നിങ്ങൾക്ക് നിരവധി വീഡിയോകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ നോക്കിയാൽ കാണാൻ കഴിയും. ഇതിനെപ്പറ്റി 100 കണക്കിന് ലേഖനങ്ങൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വെറും പ്രൊപ്പഗൻഡയാണ്, സംഘിത്തോട്ടാണ് എന്നൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. കൃത്യമായിട്ടുള്ള തെളിവുകൾ, കൃത്യമായി അക്കമിട്ട് നിരത്താൻ കഴിയുന്ന സിനിമകൾ, രംഗങ്ങൾ, ഗാനങ്ങൾ, പ്രൊഡ്യൂസർമാർ അവരുടെ രീതികൾ, നായകനെയും നായികയും നിർണ്ണയിക്കുന്ന രീതി, കഥയുടെ പോക്ക് അടക്കം എടുത്തു വെച്ച് എണ്ണി തെളിയിക്കാൻ കഴിയും. അങ്ങനെയാണ് ഈ ഖാൻ ത്രയം വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് മാത്രമാണ് PK എന്ന് പറഞ്ഞൊരു സിനിമ വന്നില്ലേ? ആ സിനിമയ്ക്കകത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ സിനിമയ്ക്കകത്ത് അമീർ ഖാൻ്റെ ഗംഭീര കൊട്ടിഘോഷിക്കൽ സിനിമയായിരുന്നു അല്ലേ? ആ സിനിമയ്ക്കകത്ത് ഹൈന്ദവ ദൈവങ്ങളെ, ഹൈന്ദവ വിശ്വാസത്തെ, ആരാധനാ രീതിയെ, കർമ്മങ്ങളെ ഒക്കെ തന്നെ വിമർശിക്കുന്നുണ്ട്. ഇസ്ലാമിനെ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടോ? അതിൻ്റെ അകത്ത് ഒരു ദർഗയിലേക്ക് വൈൻ ബോട്ടിലുമായിട്ട് പോകുന്ന ഒരൊറ്റ സീൻ മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. വേറെ എവിടെയും ഒന്നും തൊട്ടിട്ട് പോലുമില്ല. ഇസ്ലാമിൽ അനാചാരങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? ഇസ്ലാമിൽ ഈ പറയുന്ന വൃത്തികേടുകൾ ഇല്ലാഞ്ഞിട്ടാണോ? മനുഷ്യനെ ഉപദ്രവിക്കുന്ന വിശ്വാസ പരിപാടികളില്ലേ? അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചേക്കും പലപ്പോഴും. അത് മാത്രമേ അതിൽ കാണാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതും ഇതിനെവിടെ ചർച്ച ചെയ്യുന്നതാണ്. നമുക്ക് ആരിഫ് ഹുസൈൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. ആരിഫൊക്കെ, ഡോക്ടർ ആരിഫ് ഹുസൈനൊക്കെ കൃത്യമായിട്ട് ഇതിനെ വിമർശിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ എക്സ് മുസ്ലിംസ് ഒക്കെ ഉള്ളവരും കൃത്യമായിട്ട് പറയുന്നുമുണ്ട് ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് അതും ഇങ്ങോട്ട് തള്ളണ്ട എന്നുള്ളത് കൂടി മറ്റൊരു കാര്യം പറയാം സുഡാപ്പികളോട്. ഇനി അപ്പോൾ ഇത്തരത്തിൽ അതിഗൗരവമായ തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള ഇസ്ലാമൈസേഷൻ ഈ പറയുന്ന ബോളിവുഡ് സിനിമകളിൽ കൊണ്ടുവന്നതിൽ ഈ ഖാൻ ത്രയത്തിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഭീഷണി എന്ന് പറയുന്നത് ലോറൻസ് ബിഷ്ണോയ് ഗാങ്ങിൽ നിന്നാണ്. ലോറൻസ് ബിഷ്ണോയ് ആരാണ്? ലോറൻസ് ബിഷ്ണോയ് ഏറ്റവും ചുരുക്കിയ വാക്കിൽ പറഞ്ഞാൽ യഥാർത്ഥ ഇന്ത്യനാണ്. ഇന്ത്യയോട് കൂറുള്ള ഒരാളാണ്. സനാതന ധർമ്മത്തെ, ഭാരതത്തെ അവഹേളിക്കാനോ ആക്രമിക്കാനോ ശ്രമിച്ചാൽ അവൻ്റെ തലയിൽ ഉണ്ടക്കയറ്റാൻ കഴിവുള്ള ഒരു ചേട്ടനാണ് ലോറൻസ് ബിഷ്ണോയ് എന്ന് പറയുന്നത്. ഇത് ബഹുമാനം കൊണ്ട് ചേട്ടൻ എന്ന് വിളിച്ചാണ്. അദ്ദേഹത്തോട് അതേപോലുള്ള ദേശസ്നേഹികളുടെ നാടാണ് ഇന്ത്യ. അതുകൊണ്ട് ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ച അമീർ ഖാനോട് സന്ധിയില്ലാതെ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞു എന്നുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. ആരാണ് പറഞ്ഞത്? ലോറൻസ് ബിഷ്ണോയുടെ സഹോദരനായിട്ടുള്ള വ്യക്തിയാണ് ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ബിഷ്ണോയ് ഗ്യാങ്ങിൻ്റെയാണ് വധഭീഷണി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഏതായാലും അമീർ ഖാൻ്റെ സിനിമകളെ പോലെ താരതത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മുഹൂർത്തങ്ങളും
ആരാധകർക്ക് വലിയ തോതിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നതായിരുന്നു എന്നുള്ളതൊക്കെയാണ് വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും വന്നിട്ടുള്ളത്. അത് മാത്രവുമല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, കഴിക്കുന്നതെല്ലാം ഹിന്ദു മതത്തിൽ നിന്നുള്ള ആൾക്കാർ, അവർ മതം മാറ്റുന്നുണ്ടോ, മതം മാറ്റുന്നില്ല എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇവരാരെങ്കിലും സ്വധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതോ, ഏതെങ്കിലും പ്രാർത്ഥനകളോ സത്സംഗങ്ങളോ ഇല്ലെങ്കിൽ അത്തരത്തിൽ അമ്പലത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതോ സജീവമാകുന്നതോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പക്ഷെ മതം മാറിയില്ല, ഞങ്ങൾ മതരഹിതമായിട്ടാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ മക്കളെയും അങ്ങനെയാണ് വളർത്തുന്നത് എന്നൊക്കെ ആമിർ ഖാൻ്റെ മതം മാറാത്ത ഭാര്യയുമൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കും. പക്ഷേ ഇവിടെ കൃത്യമായി നിൽക്കുന്നത് ഒരൊറ്റ നിലപാടാണ്, അത് മതം തന്നെയാണ്. ഈ ഖാൻമാരുടെ തലയിൽ ഓടുന്നത് മതം മാത്രമാണെന്ന് തെളിയിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഏതായാലും ആമിർ ഖാൻ പിന്നെ എന്താ ചെയ്തത്, സിനിമകളിലെല്ലാം നമ്മൾ കണ്ടതാണ്, ഏത് സിനിമയായാലും ശരി തന്നെ അതിനകത്തല്ല ആമിർ ഖാനും സൽമാൻ ഖാനും ഷാറൂഖ് ഖാനും ഒക്കെ ഇതേ സാധനങ്ങൾ കുത്തിത്തിരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും ഹിന്ദു അവഹേളനവും ഇന്ത്യ അവഹേളനം പോലും ഇവന്മാർ നടത്തിയിട്ടുള്ളതും നമുക്കറിയാം. അപ്പോൾ ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് എന്താ പറഞ്ഞത്, ഈ പരിപാടിയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങരുത്, കൃത്യമായിട്ടുള്ള മറുപടി തരാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. ആർജവമുള്ള ഇന്ത്യയാണ് ഇത്, പുതിയ ഇന്ത്യ ആണെന്നുള്ളതാണ്. ഘർമേ ഗുസ്കേഗാബി ഓർ മാരേഗാബി എന്ന് പറയാറുണ്ട്, അത് വീട്ടിൽ കയറി അടിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. അത് പാകിസ്ഥാനികളുടെ അടുത്ത് മാത്രമല്ല, ഇതിനകത്തുള്ളവന്മാരോടും കൂടിയാണ് പറയുന്നത്. അതായത് നീയൊക്കെ ഇന്ത്യ വിരുദ്ധത എവിടെയൊക്കെ കാണിച്ചാലും നിൻ്റെയൊക്കെ വീട്ടിൽ കയറി അടിക്കാൻ കഴിയുന്നവരാണ് ഇന്ത്യക്കാർ എന്നുള്ളതാണ്. അപ്പോൾ ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിനെ പറ്റിയിട്ട് ഇവരെന്താ മറ്റത് പറയുന്നത്, ഇവർ ഭീകരവാദികളാണ്, ഇവർ ഇന്ത്യയിലെ അകത്ത് നിന്നുകൊണ്ട് ഭീകരത പറയുന്നു, ഇന്ത്യക്കെതിരെ എന്നിട്ട് ഭീകരത പറയുന്നവന്മാരെ തലയിൽ ഉണ്ട കയറ്റിയിട്ടുണ്ട് ഇതിൽ ചില ആൾക്കാർ എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്ത് ഭീകരതയാണ് അവർ കാണിച്ചതെന്ന് ഇന്നേ വരെ ഒരുത്തനും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, സൽമാൻ ഖാൻ്റെ കാര്യം എന്താ? സൽമാൻ ഖാൻ BJPയോടൊക്കെ പലപ്പോഴും അടുത്ത് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഡയലോഗ് അടിച്ചതും അതും അറബി രാജ്യത്ത് പോയിട്ട് ബലൂചിസ്ഥാൻ, പാകിസ്ഥാനിലുള്ളവരും ബലൂചിസ്ഥാനിലുള്ളവരും ഇന്ത്യയിലുള്ളവരും എല്ലാം ഈ സിനിമകൾ ആസ്വദിക്കുന്നു എന്ന് സൽമാൻ ഖാൻ അവിടെ പോയിട്ട് പറഞ്ഞ് പാകിസ്ഥാൻ വലിയ അടിയായി പോയി. ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ടാണ് സൽമാൻ ഖാൻ കണ്ടത്. സൽമാൻ ഖാൻ ഈ പറയുന്ന സിനിമയിൽ ഈ പരിപാടികൾ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ സുഡാപ്പി ഉണ്ടെങ്കിലും ശരി തന്നെ പലപ്പോഴും ദേശസ്നേഹപരമായിട്ടുള്ള കാര്യങ്ങൾ പൊതുവേദിയിലൊക്കെ കാണിക്കാറുണ്ട്. ഏതായാലും ഈ സൽമാൻ ഖാൻ്റെ വിഷയം അങ്ങനെ നിൽക്കുമ്പോൾ സൽമാൻ ഖാൻ എന്താ ചെയ്തതെന്നറിയാമോ? ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ രാജസ്ഥാനിൽ വെച്ച് കൃഷ്ണമൃഗത്തെ പോയി വേട്ടയാടി കൊന്നു. അതിലാണ് ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിന് സൽമാൻ ഖാനോട് വിരോധമുണ്ട്. സൽമാൻ ഖാൻ എന്തിനത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. ബിഷ്ണോയ് സമുദായത്തിൻ്റെ ആ വിഭാഗത്തിൻ്റെ ആ വിശ്വാസധാരയിലുള്ളവരുടെ ഏറ്റവും പരിപാവനമായി കാണുന്ന മൃഗമാണ് കൃഷ്ണമൃഗം എന്ന് പറയുന്നത്. ആ കൃഷ്ണമൃഗത്തിനെ വേട്ടയാടിയതിലൂടെ തന്നെ ഇവരുടെ വിശ്വാസത്തെ, അവരുടെ റിലീജിയസ് സെൻറ്റിമെൻസിനെ, അവരുടെ നിരന്തരമായിട്ടുള്ള ജീവിതചര്യയെ പോലും അവഹേളിക്കുന്നതും ആക്രമിക്കുന്നതിനും തുല്യമായിരുന്നു സൽമാൻ ഖാൻ കാണിച്ച ആ പ്രവൃത്തി. ആ പ്രവൃത്തിയോട് പൊറുക്കാൻ കഴിയില്ല, അതിന് മാപ്പില്ല എന്നതുകൊണ്ടാണ് സൽമാൻ ഖാനോട് അവർ ഈ ഭീഷണി മുഴക്കിയതായിട്ട് പറയപ്പെടുന്നത്. ഏതായാലും ബിഷ്ണോയ് ഗ്യാങ് ഏതാണെന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം. ലോറൻസ് ബിഷ്ണോയ് തികഞ്ഞ ദേശഭക്തനാണ്, 100% ദേശഭക്തനാണ്. അത് മാത്രവുമല്ല, ദേശത്തിനെതിരായി നമ്മളെല്ലാവരും ദേശഭക്തരാണല്ലോ, ദേശത്തോട് ഭക്തിയുണ്ട്. പക്ഷേ നമ്മളുടെയൊക്കെ ദേശഭക്തി നമ്മുടെ ചിന്തയിലും മനസ്സിലും ഒക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും. പക്ഷേ ദേശഭക്തിയുടെ അടിസ്ഥാനത്തിൽ ജീവിതം പ്രവർത്തിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനോടൊപ്പമുള്ള ആയിരക്കണക്കിന് യുവാക്കൾ, അതാണ് ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്. ആ ലോറൻസ് ബിഷ്ണോയോട് ആരാധന തോന്നിയിട്ടുള്ള ആൾക്കാർ ഇന്ന് യുവാക്കൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യയിലുണ്ട്. ഞാനും ഒരു ആരാധകനാണ്. എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറൻസ് ബിഷ്ണോയിയുടെ ഗ്രൂപ്പ് ചെയ്യുന്ന കാര്യത്തിനകത്ത്, അതിപ്പോൾ ഇന്ത്യക്കകത്ത് പലപ്പോഴും നിയമവിരുദ്ധമായിരിക്കാം എങ്കിൽ കൂടിയും ഇന്ത്യക്ക് പുറത്തും അത് നിയമവിരുദ്ധമായിരിക്കാം പല നാട്ടിലും, എങ്കിലും അവർ ചെയ്യുന്നതിൽ ശരിയുണ്ട്. നായകൻ സിനിമയ്ക്കകത്ത് എന്താ ചെയ്യുന്നത്, നിയമവിരുദ്ധമായിട്ടാണെങ്കിലും ശരി തന്നെ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ ഹുങ്കുള്ള വലിയ രാഷ്ട്രീയ നേതാവായിട്ടുള്ള വില്ലനെ അടിച്ചു കൂട്ടിയെടുത്ത് ഇടുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ? അതേ സന്തോഷം യഥാർത്ഥ ജീവിതത്തിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് നൽകുന്നത് ലോറൻസ് ബിഷ്ണോയെ പോലുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവരോട് ബഹുമാനം തോന്നുന്നത്, ആരാധന തോന്നുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ ഇന്നും, ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ ഉണ്ട്, പെൺകുട്ടികളൊക്കെ അവരുടെ ലോക്കറ്റിലുണ്ടല്ലോ ലോറൻസ് ബിഷ്ണോയുടെ പടം ഇട്ടാണ് നടക്കുന്നത്. ലോറൻസ് ഭയ്യയോടുള്ള ബഹുമാനം കൊണ്ട്, സ്നേഹം കൊണ്ട്, ആദരവ് കൊണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യയിലെ യുവാക്കൾ, ഭാരതത്തെ സ്നേഹിക്കുന്നവർ പതിയെ
ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിനൊപ്പം ചേരുകയാണ്. ഞാനും ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ്ങിൽ അംഗമാണെന്ന് പറയാൻ കൂടി ഓരോ യുവാക്കളും തയ്യാറാകുന്നത് ആ ദേശഭക്തിയുടെ അടിസ്ഥാനത്തിലാണ്, ശരിയായിട്ടുള്ള ദേശസ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നിരന്തരമായി പ്രവർത്തിക്കണം എന്ന നിശ്ചയദാർഢ്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് ശരിയാകുന്നതും. ഖാൻ ത്രയമെന്നല്ല, ഏത് ജിഹാദിയും സുഡാപ്പിയായാലും ശരി തന്നെ അവൻ്റെയൊക്കെ റെഡിയാക്കാനുള്ള കഴിവ് ഇന്ന് ഈ ഗ്യാങ്ങിനുള്ളത്. അതുകൊണ്ട് തന്നെ ആമിർ ഖാനോട് ഒരു ഭീഷണി വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ കാരണമുണ്ടാകും എന്ന് തന്നെ നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഏറ്റവും പുതിയ വാർത്തകൾ മറ്റാരും പറയുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ അത് ചെയ്യണേ.